हे प्रभु क्या हुआ? मैं तो सर पूरा पानी आ गया. അങ്ങനെ ക്രിസ്മസ് ഒക്കെ എത്തിയല്ലേ. നമ്മൾ കൊച്ചിക്കാരാണ് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമില്ല, കാർണിവൽ ഉണ്ട്, കൂടെ തന്നെ ഫോർട്ട് കൊച്ചി ക്രിസ്മസ് ടൈമിൽ അടിപൊളിയാണ്. ഇവൻ പപ്പാഞ്ഞി കത്തിക്കൽ മുതലും ന്യൂ ഇയർ ആഘോഷങ്ങളെല്ലാം ഇവിടെ അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകം എടുത്ത് പറയേണ്ടത് ബ്രോഡ്വേ മാർക്കറ്റ് ആണ്. ബ്രോഡ്വേ മാർക്കറ്റിൽ ക്രിസ്മസിന്റെ ടൈമിൽ നിങ്ങൾ ഒരു പ്രാവശ്യം പോലും പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോകണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. ഡെക്കർ മേടിക്കാനും ഇവൻ ട്രീയും അതുപോലെ തന്നെ സ്റ്റാർ ഒക്കെ മേടിക്കാനും ലൈറ്റ്സും വെറുതെ കാണുകയാണെങ്കിൽ കൂടി ഇല്ലേ ബ്രോഡ്വേ മാർക്കറ്റ് അടിപൊളിയാണ്. ഞാൻ എല്ലാ വർഷവും പോണതാട്ടോ. പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ ക്രിസ്മസ് ഇല്ല, കാരണം അടുത്ത റിലേറ്റീവ് മരിച്ചുകൊണ്ടിട്ട് നമുക്ക് ആഘോഷങ്ങളോ അതുപോലെ തന്നെ ക്രിസ്മസോ ഇപ്രാവശ്യം സ്റ്റാറും ട്രീ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ക്രിസ്മസ് ഇല്ല. പക്ഷെ എന്നാൽ കൂടി എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടി, ആ ഒരു വൈബ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ബ്രോഡ്വേ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുവാണ്. പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ആ ഒരു വൈബ് എൻജോയ് ചെയ്യണം. ഇവൻ എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കാണുവാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്ന ലൈറ്റ്സ് ഒക്കെ ഞാൻ ക്രിസ്മസ് ടൈമിലാട്ടോ എപ്പോഴും മേടിക്കുന്നത്. അവിടെ നല്ല ഓഫേഴ്സിനൊക്കെ കിട്ടും. 100 രൂപയ്ക്കൊക്കെ അടിപൊളി സ്ട്രിങ് ലൈറ്റ് ഒക്കെ കിട്ടും. നിങ്ങളിപ്പോൾ റൂം ഒതുക്കുന്നവരൊക്കെയാണ്, റൂമിൽ എന്തെങ്കിലും ഭംഗിയിലൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ കിട്ടണമെങ്കിൽ സീരീസ് ലൈറ്റ് ഒക്കെ വേണമെങ്കിൽ ഈ സമയത്ത് അടിപൊളിയാട്ടോ മേടിക്കാൻ വേണ്ടി. കാരണം ലൈറ്റ്സിന്റെ ആഘോഷമായിരിക്കും ഈ ഒരു ക്രിസ്മസ് ടൈമിൽ. അപ്പം നമുക്കും പോയൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ ബ്രോഡ്വേ മാർക്കറ്റ്. അത് മാത്രമല്ല, നിങ്ങൾ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ഒന്ന് ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പോയാലോ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ എന്തൊരു തിരക്കാന്നറിയാമോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിനല്ല കേട്ടോ, മിക്കവാറും ഞാൻ ഒരു ഉച്ച സമയം വൈകുന്നേരത്തിലാണ് വരാറുള്ളത്. ഇപ്പൊ ശരിക്കും ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്, പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടി. അതുപോലെ തന്നെ ഞങ്ങൾ നോക്കിയപ്പോഴൊക്കെ അതെ കേട്ടോ, മാർക്കറ്റ് സൈഡിൽ എല്ലാത്തും വണ്ടി ഇടാൻ കൂടി ചെല്ലാനുള്ള രീതിയിൽ തിരക്കുണ്ട്. നമുക്ക് പോയി നോക്കാം എന്തായാലും എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല തിരക്കുണ്ടെന്നാലും കൂടി നമുക്ക് പോയിട്ട് എൻജോയ് ചെയ്യാം. ആ ഒരു ക്രിസ്മസിന്റെ ആ ഒരു ഡെക്കോറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് മേത്തർ ബസാറിലേക്കാട്ടോ പോകണ്ടേ. അപ്പൊ അങ്ങോട്ട് പോകാം, ചെല്ലട്ടെ. അപ്പോൾ നമ്മളിതേ ബ്രോഡ്വേ മാർക്കറ്റ് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുവാണ്. ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ വൈബും ലൈറ്റ്സും എല്ലാം കാണിച്ചു തരാട്ടോ. നമ്മളപ്പോൾ ദ ഓവൻ എന്ന് പറയുന്ന ബേക്കറിയില്ല, അതിന്റെ സൈഡിൽ കൂടെ കയറി ചെയ്ത് അവിടെ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ആദ്യം കാണുന്ന ഷോപ്പാട്ടോ ഇത്. കുറേ ഏറെ കണ്ടോ ഇതുപോലത്തെ ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ട്, വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. നമ്മളിങ്ങനെ ഒത്തിരിയേറെ ഷോപ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് മറക്കണ്ടാട്ടോ ഇതുപോലത്തെ സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. I love the snow and I love the scarves, the candles light in the decade malls. സാധാരണ നമ്മള് ലൈറ്റ് കത്തണ കൊമ്പും അതൊക്കെയാണല്ലേ കാണുന്നത്. ഇത് നോക്കിക്കേ, ഒരു വെറൈറ്റി സാധനം. കൊള്ളാട്ടോ, വെറൈറ്റി ആയിട്ടുണ്ട്. ക്യൂട്ട് പ്രിൻസസ് വൈബ്. हे प्रभु क्या हुआ? मैं तो सर पूरा पानी आ गया. മേത്തർ ബസാറിലേക്ക് എൻട്രി ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ഈ ഒരു ചെറിയ സ്റ്റോളാട്ടോ കണ്ടത്. ലൈറ്റ്സിന്റെ പ്രോപ്പർ ഞാൻ മിക്കവാറും ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സീരീസ് ലൈറ്റ് എപ്പോഴും ക്രിസ്മസിന് ഞാൻ ഇവിടെ വന്ന് എടുക്കാറ്. കാരണം വൈഡ് വെറൈറ്റി ഉണ്ട്. ഇപ്പൊ ഇത് നോക്കിക്കതേ, ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ ഇപ്രാവശ്യം ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഒക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ നോക്കിക്കേ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ ഈ ഒരു ബോൾസിലിടുന്നത് എത്ര രസമാണെന്ന് നോക്കിയാൽ. കറക്റ്റ് ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു ഫാബ്രിക്കും കാര്യങ്ങളിലൊക്കെ ഉള്ള നല്ല ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ ഇത്. ക്യൂട്ട്. നിങ്ങൾക്ക് വേണ്ടിയിപ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ എടുക്കാൻ നേരത്ത് ഗിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ നല്ല ഓപ്ഷനാട്ടോ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഓർണമെൻറ്റ്സ്. ഈ സംഭവങ്ങളൊക്കെ മേടിച്ചാൽ തന്നെ ഇല്ലേ ഒരു 3-4 വർഷം ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇരുന്നോളും. അടിപൊളിയായിട്ട് നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് വെക്കുന്ന സാധനം ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. പക്ഷെ ഇത് രസമുണ്ട്, ഫുൾ സെറ്റ്. കരോളിനൊക്കെ പോകാൻ നേരത്തെ യൂസ് ചെയ്യണം മറ്റേ സാൻഡയുടെ സ്റ്റിക്സ് ആട്ടോ. നേരത്തെയൊക്കെ വെറുതെ ഒരു റെഡ് ഫാബ്രിക്കിൽ ചുറ്റിയിട്ടുള്ള സാധാരണ ഒരു ഇതായിരുന്നെങ്കിൽ ഇപ്പം നോക്കിക്കേ എത്ര വെറൈറ്റിയിൽ വന്നേക്കണെന്നുള്ളത്. ലൈറ്റ്സ് ഒക്കെ ഉണ്ട്,
ലോലിപോപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ക്രിസ്മസ് റീത്തൊക്കെ എത്ര ഭംഗിയാന്ന് നോക്കിക്കേ. നമുക്ക് ഡോറിലൊക്കെ തൂക്കാനായിട്ട് അടിപൊളിയാട്ടോ. ഇത് മാത്രമല്ല വേറെ ഐറ്റം കാണിച്ചു തരാം. ഡോറിലിടാൻ വേണ്ടി ക്രിസ്മസ് റീത്സ് മാത്രമല്ല കേട്ടോ. നോക്കിക്കേ, ക്യൂട്ടായിട്ടുള്ള ക്യാപ്പിന്റെ പോലെ വന്നിട്ടുള്ള ഐറ്റംസ്. പിന്നെ ഞാൻ ഒരു സ്നോമാൻ കണ്ടായിരുന്നു ഇവിടെ. നോക്കിയേ, സ്നോമാൻ പോലെ ഇരിക്കുന്നത്. വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ആ ഒരു ട്രീ ഹാക്ക് ഇല്ലേ, നോക്കിയത് ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടോളായിട്ടുള്ള ഒരു ട്രീ ഇത്. എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഗാർലൻഡ് ചുറ്റിയെടുത്തേക്കണം കേട്ടോ. അത് കൂടെ തന്നെ ലൈറ്റ് ബോൾസ് ഇട്ടിട്ടുണ്ട്, ക്യൂട്ടായിട്ടുള്ളത്. നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും കണ്ടതാട്ടോ ചേട്ടനോട് ഞാൻ ചോദിച്ചു തുടങ്ങി, പഠിപ്പിച്ചു തരുമോ? ഓക്കെ, തുടങ്ങാം. ചേട്ടൻ്റെ ട്രിക്ക് നോക്കിയത് ചെറിയ സാധനം ഉണ്ടോ, നല്ല സൗണ്ട് തന്നെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ലേ DIY ആയിട്ട് ഡെക്കോർ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഇതുപോലത്തെ കുറേ ഐറ്റംസ് കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഗ്ലിറ്ററൊക്കെ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ്. പിന്നെ അതുപോലെ തന്നെ നോക്കി ക്യൂട്ട് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അതേ ഈ ചെറി പോലിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്മസ് റീത്സ് ഒക്കെ ഉണ്ടാക്കാം. നന്നായിട്ടുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ അതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നോക്കിക്കേ, ബ്ലൂ ഉണ്ട്, അതുപോലെ സിൽവർ ഉണ്ട്, റെഡ്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഒരു നാഗവല്ലിയായിട്ട് മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്നാൽ കൂടി കുഴപ്പമില്ല, ക്യൂട്ട് സാധനങ്ങൾ. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ലൈറ്റ്സ് മേടിക്കാമെന്ന് വിചാരിക്കുക കേട്ടോ, നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള കുറച്ച് ക്ലാസ് ഐറ്റംസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുള്ളതാണ്. ഷോക്ക് അടിക്കും. ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ച് വലുത് കണ്ടായിരുന്നു, അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ അറ്റ് ലാസ്റ്റ് മുടിയൊക്കെ കഴിച്ചിട്ട് വന്നതൊക്കെ കെട്ടി പോണിറ്റെയിലാക്കി വെച്ചു. പിന്നെ നിങ്ങൾ വരികയാണെങ്കിൽ ഒരു കുപ്പി വെള്ളം മസ്റ്റായിട്ട് കരുതിക്കോ, നല്ല ദാഹിക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു വലിയൊരു ബാഗും കൂടി കരുതിക്കോട്ടെ. നമ്മൾ കുഞ്ഞു ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് ഇട്ടിട്ട് വെക്കാമല്ലോ. അപ്പോൾ അങ്ങനത്തെ വലിയൊരു ബാഗ് കരുതുകയാണെങ്കിൽ അതിലെല്ലാം ഇട്ട് നമുക്ക് വീട്ടിൽ ഒരു സാധനം പോലും മിസ്സാവാണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് ഡെക്കറും കാര്യങ്ങളൊക്കെ കണ്ടാലോ. എനിക്ക് ഈ കോസ്റ്റ്യൂമൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ. കാരണം ഞാൻ ഓർക്കുന്നുണ്ട് ചേട്ടന്മാരും എല്ലാവരും കൂടി ഞങ്ങൾ കരോളിനൊക്കെ പോയ ആ ഒരു സീനൊക്കെ ഓർമ്മ തന്നെ. ഇതുപോലത്തെ കുറേയേറെ പപ്പാഞ്ഞിയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളെല്ലാവരും കൂടി കരോളിനൊക്കെ പോകും, വടിയൊക്കെ പിടിച്ചിട്ട്. പല ഡിസൈൻസ് ഉണ്ട് കേട്ടോ. പാൻറ് പോലെ തന്നെ ഉണ്ട്, വേണമെങ്കിലുണ്ട്, ഗൗൺ പോലത്തെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തുണിയൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ വയറൊക്കെ വെച്ചിട്ട് പോകണേ കരോളിന്. കുറേയേറെ മെറ്റീരിയൽ തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വെൽവെറ്റി ആണെങ്കിൽ ഇവിടെ കുറച്ച് ക്ലോത്തിൻ്റെ പോലത്തെ മെറ്റീരിയൽ ഉണ്ട്. അത് ഭയങ്കര റഫായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്, സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ട്. കൊള്ളാം, വെറൈറ്റി. ഞാൻ ഇങ്ങനെ ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടിയും പാസ് ചെയ്ത് പോകുമ്പോൾ അവിടുത്തെ ഡെക്കോറും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. ഇവിടെ ഈ ഷോപ്പിൽ ഡെക്കോർ ഇത്തിരി രസമുണ്ട്. സാധാരണ ഇടത്തും ലൈറ്റാണ് ഇങ്ങനെ തൂക്കിയിട്ടേക്കണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റാറും കൂടി ഉണ്ട് കേട്ടോ. ക്യൂട്ടായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇന്ന് ഫുൾ ഞാൻ ഒരു അലേർട്ട് പറയുകയാണ്, ക്യൂട്ട് എന്നുള്ള വാക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റും. കാരണം കണ്ടിട്ട് സഹിക്കാൻ പറ്റുള്ള ഭയങ്കര വെറൈറ്റി സാധനങ്ങളും ക്യൂട്ടായിട്ടുള്ള ആ ഒരു സാൻറ്റയുടെ ഡോളും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഡെക്കോർ. സ്ട്രോ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയേക്കണത്. നമ്മുടെ പേപ്പർ സ്ട്രോ ഇല്ലേ, ആ സെയിം ഐറ്റം. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇല്ലേ, ഞാൻ എപ്പോഴും സ്റ്റാർസ് മേടിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ പോയി നോക്കാം. പക്ഷെ ആ ലൈനിൽ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും എന്നുള്ള. ഇവൻ ഇവിടെ ഇട്ടേക്കുന്ന ഡെക്കോർ നോക്കി എല്ലാ വർഷവും ഈ ഒരു സെയിം സ്റ്റാർസ് ഇവിടെ കാണാറുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയില്ലേ, നമ്മളിങ്ങനെ നടന്നു പോണതിൻ്റെ പൊക്കത്തായിട്ടാണ് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ കുറേയേറെ സ്റ്റാർസ് പല ഷെയ്ഡ്സിൽ മൾട്ടി കളറിൽ ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം, സ്റ്റാർസ് നോക്കാം. കാണുന്ന സ്റ്റാർസ് ഒക്കെ ഇല്ലേ, വെറുതെ ഡെക്കോറായിട്ട് ഇട്ടേക്കണമല്ല കേട്ടോ. ഇതെല്ലാം ചേട്ടൻ്റെ മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. നമ്മൾ കാണുമ്പോൾ ആലോചിക്കല്ലേ ഈ ഐറ്റം എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത്. ഇത് കണ്ടോ, ഇവിടെ ഇതുപോലത്തെ ഓരോ കോൺസ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് നമുക്ക് ചേട്ടൻ പറയുന്ന പോലെ കസ്റ്റമൈസ് ചെയ്ത് തരും. ഓരോ കളറിൽ വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു സ്റ്റാറാക്കി എടുക്കാം. ഇവൻ ഒറ്റ സിംഗിൾ കളർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് കണക്ട് ചെയ്യാൻ പറ്റണായിട്ട് കൊള്ളാട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയേ. സ്റ്റാർ
സ്റ്റാർസ് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ ഇതുവരെ. ഞാൻ എപ്പോഴും സ്റ്റാർ എടുക്കുന്ന ഇവിടെ നിന്നാട്ടെ. എല്ലാ വർഷവും നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ വർഷത്തേക്ക് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വൈറ്റ് സ്റ്റാർസാണ് ഞാൻ എപ്പോഴും എടുക്കണം. വൈറ്റ് എടുത്തിട്ട് അതിൽ വാം ലൈറ്റ് ഇട്ട് കൊടുക്കുക ചെയ്യണം. ഇവിടെ അതുപോലത്തെ കുറേ ഡിസൈൻസ് ഒക്കെ ഇടട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയേറെ പുതിയ ഡിസൈൻസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കുറേയേറെ വൈറ്റ് സ്റ്റാർസും ഉണ്ട് കേട്ടോ ഇവിടെ. ഇവൻ റെഡ് ഉണ്ട്, റെഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ വാമല്ലാണ്ട് ബ്ലൂവോ കളർ ലൈറ്റോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടമുള്ള ഇങ്ങനെ വീട് ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളത്. ഞാൻ കൂടുതലും വാമിൻ്റെ ആളാണ് കേട്ടോ. കുറച്ച് മുന്നേ കുറേ സാൻഡേർഡ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ കണ്ടില്ല, ഇവിടെയും കുറേ കിടപ്പുണ്ട് കേട്ടോ. സാൻഡേർഡ് ഔട്ട്ഫിറ്റ്സും മാസ്കും അല്ലാണ്ട് നിങ്ങൾക്ക് കരോളിനൊക്കെ പോകണമെങ്കിൽ വന്ന് മേടിച്ചോ. കാരണം ഞാൻ എപ്പോഴും പറയാറില്ല, ഇതുപോലെ നമ്മൾ വന്നിട്ട് സ്ട്രീറ്റിലും എല്ലായിടത്തും വന്ന് പർച്ചേസ് ചെയ്യണം. കാരണം ഈ ഒരു സെലിബ്രേഷൻ ടൈമിലാണ് ഇവർക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ വരിക, പർച്ചേസ് ചെയ്യുക. ഈ ഷോപ്പില്ലേ, മേത്ര ബസാറിൽ നിന്ന് കയറാൻ നേരത്ത് ഫസ്റ്റ് റൈറ്റ് ആണ് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ഷോപ്പിൽ ഇത് കണ്ടോ, അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് റീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ചേട്ടൻ്റെ പേര് പറഞ്ഞ എന്താ? സുനിലേട്ടൻ നാണം കൊണ്ട് ഓടിക്കളഞ്ഞത്. സുനിലേട്ടൻ ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. സുനിലേട്ടൻ്റെ ഷോപ്പാട്ടോ. വന്ന് പർച്ചേസ് ചെയ്ത് ഇവിടെ ഹോൾസെയിൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലേ, ഡെക്കറേഷൻ ഐറ്റംസ്. പിന്നെ ക്രിസ്മസിന്റെ മാത്രം ട്രീക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്, വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. ഇവൻ സ്റ്റാർസ് ആണെങ്കിലും, സ്റ്റാർസ് ഇല്ലേ, സ്റ്റാർസ് മറ്റേ ഇതുണ്ട് കേട്ടോ, ചെറിയ ചെറിയ മെറ്റാലിക് സ്റ്റാർസ് ഒക്കെ ഉണ്ട്, രസമുണ്ട് കാണാൻ വേണ്ടി. പിന്നെ ദേ ഇതുപോലത്തെ ട്രീ ഡെക്കറേഷൻ ഐറ്റംസ്. ദേ ഇത് കൊള്ളാം കേട്ടോ, ഇത് നല്ല വെറൈറ്റി, നല്ല ഓർണമെന്റ് ആണ് കേട്ടോ, ട്രീ ഓർണമെന്റ്. ഇത് കൊള്ളാം. എത്ര ആയിട്ടാ ഇതിന് റേറ്റ്? 160 രൂപയുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണ ഒരു കാര്യമാണ്, നമ്മള് ഇതിന് വലിയ സപ്പോർട്ട് വേണം. കാരണം ഇല്ലേ, നമ്മൾ കയറുമ്പത്തേക്കാളും റേറ്റ് കുറവാട്ടോ ഉള്ളിലേക്ക് പോണ സമയത്ത്. പിന്നെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ബാർഗെയിൻ ചെയ്താൽ ചെറിയ അളവൊക്കെ തരും അല്ലേ? അല്ല, 10 രൂപ കുറച്ച് തരും. അതാണ് അത് സുനിലേട്ട പിടിച്ചല്ലെങ്കിൽ. അപ്പൊ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി കേട്ടോ. ഇത് അപ്പുറത്ത് 350 രൂപ പറഞ്ഞാൽ ജസ്റ്റ് 160 രൂപയുള്ളൂ ഈ സാധനത്തിന്. കൊള്ളാം. ഹാപ്പി ക്രിസ്മസ്. കുറേയേറെ സീരീസ് ലൈറ്റ് കണ്ടല്ലേ, പക്ഷേ ഈ ഒരു വെറൈറ്റി ഞാൻ ഈ ഷോപ്പിലാട്ടോ കണ്ടത്. ഇതൊരു വുഡിന്റെ ഫിനിഷിൽ വന്നേക്കണം കണ്ടോ, ഹാർട്ട് ഷേപ്പ് വന്നിട്ടുള്ളതാണ്. ഉള്ളിലൊരു വാം ഒരു LED കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാറും ഉണ്ട്, ട്രീ ഉണ്ട്. ജസ്റ്റ് 150 റുപ്പീസേ ഉള്ളൂ. പിന്നെ ഈ ഷോപ്പിൽ തന്നെ ഞാൻ കുറേയേറെ നിയോൺ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ, ക്രിസ്മസിന്റെ ഇതായിട്ടുള്ള നിയോ ലൈറ്റ്സ്. സ്നോമാൻ ഉണ്ട്, റെയിൻഡിയർ ഉണ്ട്, അതുപോലെ തന്നെ ബെൽസ് ഉണ്ട്. സ്റ്റാർ, വലിയ സ്റ്റാർ 500 മുതൽ നിയോൺ ലൈറ്റ്സ് സ്റ്റാർട്ടിങ് ഉണ്ട്. 1000 ഒക്കെ വരെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാ വർഷവും ഇവിടെ ക്രിസ്മസ് ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ മീറ്റ് ചെയ്യണ ഒരാളാണ് കേട്ടോ ഇതല്ലേ. വിഷ്ണു നാട്ടോ ചേട്ടൻ്റെ ആണ് ഈ ഷോപ്പ്. എല്ലാ വർഷവും ഞാൻ ഇവിടെ എന്തെങ്കിലും മേടിക്കണം. നിങ്ങൾക്ക് അറിയില്ല, ഇപ്രാവശ്യം ക്രിസ്മസ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും മേടിച്ചിട്ടില്ല. എന്നാൽ കൂടി ചേട്ടനെ കണ്ടപ്പോൾ സന്തോഷം അല്ലേ. എല്ലാ വർഷവും ഞങ്ങൾ ക്രിസ്മസ് ടൈമിൽ ഒരു മീറ്റിംഗ് ഉറപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇനി വരികയാണെങ്കിൽ മേത്ര ബസാറിൽ കയറുമ്പോൾ ഫസ്റ്റ് റൈറ്റ് കോർണറിൽ കാണുന്ന ഷോപ്പാ അല്ലേ. ട്രീ ഒക്കെ ഉണ്ടല്ലോ ഇപ്രാവശ്യം. ഇപ്രാവശ്യം ട്രീ ഒക്കെ ഉണ്ട്. ആ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഞാൻ വേറെ ഷോപ്പാന്ന് വിചാരിച്ചു, എന്നാൽ കൂടി ഇവിടെ വെറൈറ്റി ഐറ്റംസ് പുറത്തുനിന്ന് ഇറക്കിയാണോ? ഇന്റർനാഷണൽ പിടിപാടുകളിൽ നിന്ന് പുറത്തിറക്കിയാണോ? വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് കത്തണ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് അല്ലേ. ഇനി തോരണങ്ങൾ തൂക്കി കഷ്ടപ്പെടണ്ട അല്ലേ, അത് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉണ്ട്. കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ കച്ചവടമൊക്കെ അടിപൊളിയായിട്ടൊക്കെ പോട്ടെ. ഹാപ്പി ക്രിസ്മസ്. നമുക്ക് ഗേൾസിന് പിങ്കിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടാവും അല്ലേ. അതുപോലെ കണ്ടോ, പിങ്ക് ഡെക്കോർ ക്രിസ്മസ് ടൈമിൽ നമുക്ക് ഇതുപോലത്തെ പിങ്ക് ഐറ്റംസ് ഒക്കെ ഡെക്കോർ ചെയ്യാനായിട്ട് പറ്റും. എന്ത് രസമാണെന്ന് നോക്കി കാണാൻ വേണ്ടി. യൂഷ്വലി നമ്മളിങ്ങനെ പുൽക്കൂടിൻ്റെ സെറ്റ് മേടിക്കുമ്പോൾ ഇതുപോലത്തെ ആണല്ലേ കാണാറ്. എല്ലാ പീസുകളും ഈ ഒരു ഫിനിഷിലാണ് വന്നേക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേക്കും കുറച്ച് വെറൈറ്റി കണ്ടു കേട്ടോ. നോക്കിയേ, സെറാമിക് കോട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഭയങ്കര വലിയ സൈസ് കേട്ടോ. നമ്മൾ വലിയ പുൽക്കൂടൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ വലിയ സെറ്റൊക്കെ വെച്ച രസമുണ്ടോ. ഇവൻ്റെ ഇത് കണ്ടോ, ഓത്തൻറ്റിക് സെറാമിക്കിൻ്റെ സെറ്റ് ഇത് കണ്ടോ, പ്യുവർ സെറാമിക്. ടൈം ഇപ്പോൾ ഏകദേശം 10:30 മണിയായിട്ടോ. ഏകദേശം കണ്ടോ, സ്റ്റോഴ്സ് ഒക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങി. എന്നാൽ കൂടി ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഷോപ്സ് മാത്രം ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. വന്നപ്പോൾ എന്തൊരു തിരക്കായിരുന്നെന്നറിയോ. അതിനിടയ്ക്ക് ഒരു ഗുഡ്സ് കൊണ്ടുവന്ന ഒരു ഓട്ടോ വണ്ടി വന്നിട്ട് ചത്തില്ലെന്നുള്ളൂ സത്യം. നെഞ്ചിടിച്ചു പോയി. കാരണം ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോയി ആ ഒരു മേത്ര ബസാർ. ഐറ്റംസ് അവർക്ക് കൊണ്ടുവരണമല്ലോ സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ.
അങ്ങനെ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറയില്ല, ഒരു സൂചി ഇട്ട താഴത്ത് മുട്ടില്ലെന്ന് പറയില്ല, അത്രയും തിരക്കായിരുന്നു. പ്രത്യേകിച്ച് മേത്തർ ബസാറിൻ്റെ ഉള്ളിൽ. ബാക്കി ബ്രോഡ്വേയിൽ പിന്നെ സഹിക്കാം, എന്നാലും മേത്തറിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കായിരുന്നു. ഇവൻ ഇപ്പോൾ കൂടി മേത്തറിലെ ഷോപ്സ് ക്ലോസ് ചെയ്യണേ ഉള്ളൂ കേട്ടോ. ഇവിടെ ബ്രോഡ്വേയിലെ കുറേയേറെ ഇങ്ങനത്തെ ജ്വല്ലറി പോലത്തെ ബാക്കി ഷോപ്സുകളെല്ലാം ക്ലോസ് ചെയ്തു. ക്രിസ്മസ് വൈബുള്ള ഷോപ്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യണേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നല്ല വിശക്കുന്നുണ്ട്, എന്തെങ്കിലും പോയി കഴിക്കട്ടെ കേട്ടോ. ഞാനങ്ങനെ വീട്ടിലെത്തി ഫുഡ് കഴിച്ചോട്ട് ഇതിനിടയ്ക്ക് അരിപ്പേ കയറി നല്ലൊരു ഫ്രൈഡ് റൈസും അതുപോലെ ചില്ലി ചിക്കനൊക്കെ കഴിച്ച് നിറച്ച് വെള്ളവും കുടിച്ചു. ദാഹിച്ചിട്ട് വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടു നോക്കി വേർത്ത് നാശമായിട്ട് ആ തിരക്കിൻ്റെയും ബഹളത്തിൻ്റെ ഇടയിൽ കയറിയിട്ട് എങ്ങനെ പോയാൽ ഞാനും നോക്കി തിരിച്ചു വന്നപ്പോൾ നോക്കി ഒരുമാതിരി കൂറക്കോലത്തിൽ. പക്ഷേ കുറേയേറെ നല്ല സാധനങ്ങളും കണ്ടു, ക്രിസ്മസിൻ്റെ വൈബ് എൻജോയ് ചെയ്തു. പ്ലസ് ഇതുപോലത്തെ ലൈറ്റ്സ് ഒക്കെ മേടിച്ചു കേട്ടോ. ഈ ഒരു ലൈറ്റ് മേടിച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ സെയിം ഷോപ്പിൽ നിന്ന് വേറൊരു ലൈറ്റും മേടിച്ചു കേട്ടോ. വേണ്ട ആ ഒരു കുഞ്ഞു ടൈപ്പ് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഓഫ് ലൈറ്റും മേടിച്ചായിരുന്നു. പിന്നെ ഒരു ലൈറ്റും കൂടി മേടിച്ചു. ഇപ്രാവശ്യം ഞാൻ ലൈറ്റുകളാട്ടോ കൂടുതലും മേടിച്ച. കഴിഞ്ഞ വർഷം നിറച്ച് നമ്മുടെ സാധനങ്ങളും കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഡെക്കർ ഐറ്റംസ് അതൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. ഇപ്രാവശ്യം എന്തോരം അടിപൊളി കളക്ഷൻസ് ആയിരുന്നു എന്നറിയാമോ അവിടെ. കാരണം ഈ ഭയങ്കര ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ഡെക്കറും കാര്യങ്ങളും ഭയങ്കര സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലാസി ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേടിച്ചത് ഇവനെയാണ് കേട്ടോ. നല്ല ലൈറ്റ് അല്ലേ, കിഡിലെ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ 350 റുപ്പീസ് ഒക്കെ ഉണ്ടാവുള്ളൂ. മറ്റേ രണ്ടും 120 റുപ്പീസും. ഇത് കണ്ടോ, നല്ല ലൈറ്റും മേടിച്ചു കേട്ടോ. നല്ല സൗണ്ടാണ് വീടിൻ്റെ ബാക്കിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇത്രയും ഐറ്റംസാണ് ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വല്ല ബ്രോഡ്വേയിലൊക്കെ കറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കണ്ടാലോ. അതുവരേക്കും ബൈ 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 ബൈ.